എല്ലാവർക്കും നമസ്കാരം. ഇനി ഏതാണ്ട് ഒരു 23 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുവാനുള്ളത്. കഴിഞ്ഞ 1.5 മാസക്കാലമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ NDA നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പല മാധ്യമ സമ്മേളനങ്ങളും പറഞ്ഞു, നാളിതുവരെ പിന്തുണ ലഭിക്കാതിരുന്ന പ്രദേശങ്ങളിൽ നിന്നും പോലും വളരെ വലിയ പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ആഗ്രഹിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്നുള്ള ജനപ്രതിനിധിയാവണമെന്ന് ആഗ്രഹിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അനുഭവ സമ്പത്തുള്ള തലമുതിർന്ന നേതാക്കൾ, സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള, പ്രത്യേകിച്ചും പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലൊക്കെ തന്നെ പെട്ട നേതാക്കൾ BJPയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയായിരുന്ന ശ്രീമതി തങ്കമണി ദിവാകരൻ ഇന്ന് BJPയിൽ എത്തുകയാണ്. മുൻ AICC അംഗമാണ്. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഗ്ലോബൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വൈസ് ചെയർപേഴ്സണാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ BJPയുടെ കേരളത്തിലെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകാൻ പോകുന്നത് ശ്രീമതി തങ്കമണി ദിവാകരൻ കേരള സാംബവ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ചീഫ് പാട്രന്മാരിൽ ഒരാളാണ്. അതിലുപരി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ സഹോദരി കൂടിയാണ്. അപ്പോൾ ഇത്രത്തോളം പശ്ചാത്തലമുള്ള അനുഭവസമ്പത്തും പരിചയസമ്പത്തും സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനമുള്ള, കലാസാംസ്കാരിക മേഖലയിൽ സ്വാധീനമുള്ള കുടുംബം, പട്ടികജാതി വിഭാഗത്തിനിടയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തക, അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വനിത, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നരേന്ദ്രമോദിക്കും പിന്തുണ നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ചേരാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് NDAക്ക് ഉണ്ടാകാൻ പോകുന്ന വിജയത്തിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട തങ്കമണി ചേച്ചിയെ ഞാൻ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി അവർക്ക് ഷാളണിയിച്ച് സ്വീകരിക്കും. ഞാൻ BJPയിൽ അംഗത്വം എടുക്കുവാൻ കാരണം 27 വയസ്സ് മുതൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, പക്ഷേ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഘടകം. ഞാൻ തൊഴിലാളി രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി പല മേഖലകളിലും പ്രവർത്തിച്ച് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതിന് വേദി ഒരുക്കി തന്ന പാർട്ടിയും അതുപോലെ ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലിയും നല്ല മനോഹരമായ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രവർത്തന പാരമ്പര്യം ഇന്ന് ഈ BJPയിലും കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു പൊതുസമൂഹമുണ്ട്. അവരുടെ ക്ഷേമത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും സാംസ്കാരികമായും അല്ല സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി BJP ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് അതിലിനി വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് കേരളത്തിൽ വിവാഹമോചനം കേരളത്തെ ഓരോ സമൂഹത്തെയും അല്ല ഓരോ വ്യക്തികളെയും ഓരോ വീട്ടിനെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്തണം എനിക്ക്.
അതിനെല്ലാം വേദിയൊരുക്കുവാൻ ഈ BJP പ്രസ്ഥാനം എന്നോടൊപ്പം സഹായകരമായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ആ നിലയ്ക്കാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം, SDPയിൽ അവർ കോൺഗ്രസ്സിന് ഇന്ന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വേദനാജനകമാണ്. ഇതിനെല്ലാം നമുക്കൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കാലാകാലങ്ങളിൽ ഉള്ളതുപോലെയല്ല ഇന്നിവിടെ നമുക്ക് കോൺഗ്രസിനെ പോലൊപ്പം ബലാബലം, അല്ലെങ്കിൽ നമുക്ക് ഒരു പേരെഴുതിയിട്ട് സമം എന്നുള്ള ഇട്ടിട്ട് ആ സമത്തിന് തുല്യനാണ് നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് വികസനം ഒരുപാട് ആവശ്യമാണ്. നമുക്കറിയാം, ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ച് നടത്തുന്നുണ്ട്, ഇവിടെ നമ്മളൊരു സിംഗപ്പൂരാക്കുമെന്ന്. ഒരു സിംഗപ്പൂർ പോയിട്ട് നമ്മളൊരു കൊച്ചി നഗരം പോലും നമ്മുടെ ട്രിവാൻഡ്രം വികസിച്ചിട്ടില്ല. നമുക്കൊരുപാട് വികസനം വേണം. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾ കൂടുതലും അന്യനാട്ടിൽ പോയി അമേരിക്ക, ഇറ്റലി, ജർമ്മനി അവിടെ പോയാണ് ജോലി നോക്കുന്ന, യാതൊരു സുരക്ഷിതത്വമല്ല. അവരെ നമുക്കിവിടെ പിടിച്ചു നിർത്തണം. അവർക്ക് സ്വന്തം നാട്ടിൽ എല്ലാവർക്കും നിങ്ങൾക്കറിയാം 2 or 3 മക്കൾ അല്ലെങ്കിൽ ഒരു മക്കളായിരിക്കും ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ വിദേശത്ത് പോകുമ്പോൾ ആ കുടുംബം അതോടുകൂടി അവരെ കണ്ണീരിലാഴ്ത്തിയാണ്. അവരെ വയസ്സുകാലത്ത് ആരും നോക്കാനില്ല. അപ്പോൾ അവരെ നമുക്കിവിടെ പിടിച്ചു നിർത്തേണ്ട അത്യാവശ്യമാണ്. അതിലേക്കായി നമുക്ക് ഇന്ന് NDA സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ സർക്കാർ തന്നെ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 8-9 ദിവസം മുമ്പേ ഇവിടെ ഒരു പ്രസൻറ്റേഷൻ തന്നതായിരുന്നു മീഡിയൻ്റെ മുമ്പ്. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും 2004 മുതൽ 2014 വരെ കോൺഗ്രസിൻ്റെയും അതേ തരത്തിൻ്റെ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇക്കോണമീൻ്റെ കൂടെ. എന്നിട്ട് ഞാൻ ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ കാണിച്ചു തന്നു ഈ 2014 മുതൽ 2024 വരെ നരേന്ദ്രമോദിജി എങ്ങനെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോയത്. ഇന്നലെ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെൻറ്റ്, ഞാൻ ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്യുന്നു ഇംഗ്ലീഷിൽ. If the state has essentially created financial hardship because of its own financial mismanagement, such hardship cannot be held to be an irreparable injury that would necessitate an interim relief against union. ഇത് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു. ഞാനിത് 8-9 ദിവസം മുമ്പേ പറഞ്ഞപ്പോൾ ഒരു ദുഃഖമുള്ളൊരു ഞാൻ കമൻറ്റ് പറയുന്നു, ആരും അത് കവർ ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റ്, ഈ ഫാക്റ്റ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ 8 കൊല്ലം ഇവിടുത്തെ ഇക്കോണമീനെ എങ്ങനെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് ചെയ്തു, ഇവിടുത്തെ ഒരു 15 കൊല്ലമായ ഒരു MP അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഒരു കമൻറ്റോ ഒരു പ്രൊട്ടസ്റ്റോ കോൺഗ്രസ് പാർട്ടി ഒന്നും ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് എതിരെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇന്ന് ഇവിടെ കാണുന്ന വികസനം എല്ലാം നരേന്ദ്രമോദിജി ഗവൺമെൻറ് ചെയ്ത പണികളാണ്. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ചിലരെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞ മാതിരി 28 ദിവസം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ മൂലയിലും എല്ലാവരെയും കൂടെയും എത്രയോ ജനങ്ങളുടെ കൂടെ, എല്ലാവരും കൂടെ അല്ല, 14 ലക്ഷം ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്യാൻ ഇമ്പോസിബിളാണ്. എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അറിഞ്ഞു. വീട്, കുടിവെള്ളം, ഹെൽത്ത് ഇൻഷുറൻസ്, മരുന്ന്, ഇതെല്ലാം ബേസിക് ജീവിതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലെ ഇഷ്യൂസ്.
ഇതിനെപ്പറ്റി ഈ കോൺഗ്രസും ലെഫ്റ്റും ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു ഡിസ്കഷനോ ഒരു കമൻറ്റോ ഒരു ഡിസ്കോസോ തയ്യാറല്ല ഇതിനെപ്പറ്റി. ബട്ട് SDPI, CAA, മണിപ്പൂർ, ബീഫ്, ഇതാണ് ഇവരുടെ പ്രയോറിറ്റി. ഇവരുടെ രാഷ്ട്രീയം ഈ ബേസിസിൽ അവർ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഇന്ന് ഒരു 4 സ്ലൈഡ് കൊണ്ട് നരേന്ദ്രമോദി ചെയ്ത തിരുവനന്തപുരത്തിന് വേണ്ടി, കേരളയ്ക്ക് വേണ്ടി വീട്, കുടിവെള്ളം, മരുന്ന്, ഇൻഷുറൻസിനെ പറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു എക്സൈറ്റിംഗ് ടോപ്പിക് അല്ലെങ്കിലും ജനങ്ങൾക്ക് ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതൊന്ന് കാണിക്കണം, ഇതൊന്ന് കൺവേ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഞാനൊരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു നെറേറ്റീവും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു മാറ്റം വരുമ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഇൻകംബൻ്റ് MP-യും പണ്ടുള്ള MP-യും നമ്മുടെ നരേന്ദ്രമോദി ചെയ്ത എല്ലാ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും, ഞാനില്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസ് വരില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഇത് വരില്ല, അങ്ങനെയാണ് അവരുടെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സംവിധാനം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ശരിക്കും ഇവിടെ എന്തെല്ലാം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിൻ്റെ സർക്കാരല്ല, നരേന്ദ്രമോദിജീൻ്റെ MP അല്ല, ജനങ്ങളുടെ ബേസിക് നീഡ്സ് അദ്ദേഹത്തിൻ്റെ സർക്കാർ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് സ്ലൈഡ്. വീട്. ഞാൻ കഴിഞ്ഞ ആഴ്ച എത്രയോ കോളനീസിൽ പോയിട്ട് 10-15 കൊല്ലമായിട്ട് ഇൻകംപ്ലീറ്റ് വീട് സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമിൽ നിന്ന് 1.5 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് 60,000-70,000 കാശ് കിട്ടി പണി ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ വീടുകൾ എത്രയോ കണ്ടത്. വീടിൽ റൂഫില്ല, വാളില്ല, ഇൻകംപ്ലീറ്റ് ആണ്, വെള്ളമില്ല, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല. 10 കൊല്ലം 15 കൊല്ലമായിട്ട് ഇത് നടക്കുന്ന ഒരു ഇഷ്യൂ. അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഇവിടുത്തെ MP-ക്ക് പറയാനില്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് പറയാനില്ല. പറഞ്ഞ മാതിരി SDPI മറ്റെല്ലാ ഇറലവൻ്റ് ഇഷ്യൂസിനെ പറ്റി ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർ കമൻറ്റ് ചെയ്യുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ തിരുവനന്തപുരത്തിൽ 23,409 വീട് നരേന്ദ്രമോദിജി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ടോട്ടൽ അലൊക്കേഷൻ സ്പെൻഡ് ചെയ്തത് 2,700 കോടി കേരളയ്ക്കും 230 കോടി തിരുവനന്തപുരത്തിനും. ജൽജീവൻ മിഷൻ കുടിവെള്ളം തിരുവനന്തപുരത്ത് 4.29 ലക്ഷം 4,29,000 പുതിയ വീടിൽ കുടിവെള്ളം നരേന്ദ്രമോദിജീൻ്റെ ജൽജീവൻ മിഷൻ കൊടുത്തിട്ടുണ്ട്. PM ആയുഷ്മാൻ കാർഡ് 9 ലക്ഷം ജനങ്ങൾക്ക്, 14 ലക്ഷം ഒരു പോപ്പുലേഷൻ ഉള്ള തിരുവനന്തപുരത്തിൽ 9 lakhs ആണ് PM ആയുഷ്മാൻ. ഫുട്ഫോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് വെൽനസ് സെൻറ്റർ 1.3 കോടി. ജൻ ഔഷധി കേന്ദ്ര 78 പുതിയ ജൻ ഔഷധി കേന്ദ്ര. അങ്ങനെ വേറെ ദിവ്യാംഗ് ജൻസിന് വേണ്ടിയിട്ടും എത്രയോ പണി ചെയ്ത. ഇതാണ് ഒരു സമ്മറി സ്ലൈഡ്. നെക്സ്റ്റ്. ഈ സ്ലൈഡ് ഇതുവരെ ചെയ്തതും എന്താ ചെയ്യാൻ പോകുന്നതും ഇതൊന്ന് മനസ്സിലാക്കണേ. ഇന്നിപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ PM ആവാസ് യോജനേൻ്റെ പ്രോഗ്രാം ഇവിടെ എത്രയോ ജാസ്തി ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഈ വീട് വേണം, വീട് പൊളിഞ്ഞു കിടക്കുന്നു. ബട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് മാച്ചിങ് ഫണ്ട്സ് ഇല്ലാത്ത കാരണം അത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് പറയുന്നു എല്ലാവരും മുമ്പ്,
ഞാനിത് പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ, മൂന്നാമത്തെ ടേം നരേന്ദ്രമോദിജി വരുമ്പോൾ, ഇത് ഡയറക്റ്റ് ഫണ്ടിങ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ഡയറക്റ്റ് ബെനിഫിഷ്യറീസ്ക്ക് ഡയറക്റ്റ് 100% ഫണ്ടിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കണം. ആ PM ആവാസ് യോജന ഒരു പുതിയ സ്കീം ഉണ്ടാക്കിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കാശ് ഇല്ലെങ്കിലും വീടുണ്ടാക്കാൻ ഒരു സംവിധാനം, ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഞാൻ സജഷൻ കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൗസിംഗ് ഫോർ ഓൾ ഇൻ തിരുവനന്തപുരം. ഇത് ഈ പാഴയ്ക്കാൻ നമുക്ക് സമയമില്ല. ഡിലേ ഇങ്ങനെ 10, 15, 20 കൊല്ലമായിട്ട് ജനങ്ങൾക്ക് വീടില്ല, വെള്ളമില്ല. അത് എല്ലാവർക്കും ഓക്കെയാണ്, MPക്ക് ഓക്കെയാണ്, സംസ്ഥാന സർക്കാരിന് ഓക്കെയാണ്. അത് ഞങ്ങൾക്ക് ഓക്കെ അല്ല. അത് ഞങ്ങൾ മാറ്റും. രണ്ടാമത് നെക്സ്റ്റ് സ്ലൈഡ്. ഹർ ഘർ ജൽ. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും 2,69,000 വീടുകളിൽ കുടിവെള്ളമില്ല, ടാപ്പ് വാട്ടർ ഇല്ല. അതെന്താ, ഞാൻ 4-5 ദിവസം മുമ്പേ പ്രസ് കോൺഫറൻസ് പറഞ്ഞല്ലോ. കാശ് റെഡിയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലക്കേറ്റ് ചെയ്ത് കാശ് തയ്യാറാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൽ കാശില്ല. എന്താ ഇല്ലാത്തത്? സുപ്രീം കോടതി പറഞ്ഞില്ലേ, മിസ്മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഇതും ഞങ്ങൾ ഡയറക്റ്റായിട്ട് പഞ്ചായത്തിന് ഫണ്ട് ചെയ്യാൻ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റ് അല്ല ജനങ്ങളുടെ അവകാശം ഇൻഫ്രിഞ്ച് ചെയ്യുന്ന ഒരു സാധനം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ കാശുണ്ടെങ്കിലും, നമുക്ക് താല്പര്യമുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കണം. അതുകൊണ്ട് ക്ലീൻ ടാപ്പ് വാട്ടർ ഫോർ റിമൈനിങ് 2.6 lakh വീടുകൾ ഇൻ തിരുവനന്തപുരം. ഈ PM ആയുഷ്മാൻ എന്ന് പറയുമ്പോൾ ഈ ചില കോൺഗ്രസ്സുകാരെല്ലാം പറയും, ഓ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നല്ലോ അത്. അപ്പോൾ അവരുടെ കാലത്ത് എന്തുണ്ടായിരുന്നു, ഇന്ന് എന്താണ് PM ആയുഷ്മാൻ ശരിക്കും എന്താണ് എന്ന് നോക്കി ഇതിൻ്റെ കമ്പാരിസൺ. 5 ലക്ഷത്തിൻ്റെ കവറേജാണ്. ഞാനിപ്പോൾ ഇവിടെ ചുറ്റി ഇറങ്ങിയാൽ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ PM ആയുഷ്മാൻ്റെ കാരണം അവരുടെ വീട്ടിൽ ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി, ഹെൽത്തിനെ പറ്റി. ഇതാണ് കമ്പാരിസൺ. ഞാൻ സർക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് 9 ലക്ഷം ബെനിഫിഷ്യറീസാണ്. 59 ഹോസ്പിറ്റൽസും 6 ലക്ഷം ഇതിൻ്റെ ബെനിഫിറ്റ് എടുത്ത ജനങ്ങൾ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്സ് 20 ലക്ഷം. ജനൌഷധി കേന്ദ്ര ഇപ്പോൾ 78 സ്റ്റോറുണ്ട്. ഇതിൽ ഡിസ്കൗണ്ട് 60 to 80% വില കുറഞ്ഞ മരുന്നുകളാണ് ഇവിടെ കിട്ടുന്നത്. അത് ഞങ്ങൾ അടുത്ത 5 കൊല്ലത്തിൽ 350 ജൻ ഔഷധി കേന്ദ്ര തിരുവനന്തപുരത്ത് ചെയ്യും. നെക്സ്റ്റ് ലാസ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇതൊരു സമ്മറി. ഞാൻ എല്ലാവരോടും ഒരു ഹാൻഡ്സ് ഫോൾഡ് ഇത് എല്ലാവർക്കും ഭയങ്കര ഇതാണല്ലോ ഈ ഹമാസും SDPIയും മണിപ്പൂരിൻ്റെ കവറേജെല്ലാം. ഇതൊരു വികസനം. നമ്മൾ ശരിക്ക് ചെയ്യുന്നൊരു പണി, ഇതിനെപ്പറ്റിയും കവറേജ് കൊടുക്കണം. ഇത് ജനങ്ങളെ അറിയിപ്പിക്കണം. നരേന്ദ്രമോദിജിയാണ് ഒരു 5, 6, 7, 8 കൊല്ലമായിട്ട് തിരുവനന്തപുരം കേരളയ്ക്ക് വേണ്ടി വികസനം പുരോഗതിക്ക് എത്രയോ പണിയെടുത്തത്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ മാതിരി ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റും നമ്മുടെ ഇവിടുത്തെ MP അദ്ദേഹം സ്വയം അഡ്മിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാർഡിൽ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് സ്കീമും. അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ഇതെല്ലാം വിട്ട് ഒരു BJPൻ്റെ MP ആയ ഒരു മിനിസ്റ്റർ ആയാൽ നമുക്ക് ഇതുമാതിരി തന്നെ എത്രയോ പണി ചെയ്യാൻ ഇവിടെ ഒരു കഴിവുണ്ടാവും, ഒരു പോസിബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. അപ്പോൾ വാർത്താ സമ്മേളനം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ചോദ്യം. അത് ഞാൻ പറഞ്ഞത് അത് ശരിയാവില്ല. അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തോട്ടെ. അത് ഞാൻ പറയാൻ പോകുന്നില്ല. അതിന്
അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ചോദിക്കുക അത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, രാജീവേട്ടനും അതുപോലെ തന്നെ തങ്കമണി ദിവാകരൻ അവർകളും പറഞ്ഞു SDPIയുടെ പിന്തുണ UDF കൊടുത്തിരിക്കുകയാണ്. ശ്രീ MM ഹസനെ കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റ് ചുമതല കൊടുത്തു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് വ്യക്തമാക്കണം. ഇസ്രായേൽ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ സജീവമായിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നാടാണ് കേരളം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ജനങ്ങൾ ഈ റോഡ് മുഴുവനും ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള ഈ സ്മാർട്ട് സിറ്റി പണി അത് വേഗത്തിലാക്കണമെന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ മാർച്ച് 31 കൊണ്ട് എല്ലാം പരിഹരിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. മാർച്ച് 31 കഴിയുമ്പോഴും തിരുവനന്തപുരത്ത് ഏറെക്കുറെ എല്ലാ റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ്, കുഴിച്ചിട്ടിരിക്കുകയാണ്. മാസങ്ങളെടുത്താലും അത് കഴിയുകയില്ല. അതുകൊണ്ട് മാർച്ച് 31 വരെ അദ്ദേഹം ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കാത്തിരുന്നു. അത് തീരാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരോടൊപ്പം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ്. വഴുതക്കാട് ശ്രീമൂലം ക്ലബിൻ്റെ ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത്. മാധ്യമപ്രവർത്തകർക്ക് അവിടെ വരണം. ഇന്ന് മുതൽ തിരുവനന്തപുരത്തെ നഗരങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള സ്മാർട്ട് സിറ്റി പണി വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ടുകൊണ്ട് തെരുവിലേക്ക് വരികയാണ്. ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ അദ്ദേഹം വഴുതക്കാട് ഭാഗത്തേക്കാണ് പോകാൻ എല്ലാ മാധ്യമപ്രവർത്തകരും ഞങ്ങൾ ക്ഷണിക്കുന്നു.